ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ 10 മരങ്ങളെക്കുറിച്ചാണ്, 10 വൃക്ഷങ്ങളെക്കുറിച്ചാണ്. ഈ മരങ്ങളിൽ ചിലത് അവയുടെ പ്രായം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തും. ചില വൃക്ഷങ്ങൾ അവയുടെ വലിപ്പം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തും. അതുപോലെ തന്നെ ചില വൃക്ഷങ്ങൾ അവയുടെ വർണ്ണാഭമായ ഇലകളിൽ നമ്മളെ ആനന്ദം പകരുന്നു. നിങ്ങൾ ഒരു മരങ്ങളെ സ്നേഹിക്കുന്ന ആളാണ് എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ വൃക്ഷങ്ങളിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സ് എന്നാണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, വീട് കൊച്ചിയാണ്. ഞാൻ ഇനി വീഡിയോയിലേക്ക് കടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ മരങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മരം എന്ന് പറയുന്നത് ഏഞ്ചൽ ഓക്ക് എന്ന മരമാണ്. സൗത്ത് കരോലിനയിലെ ജോൺസ് ദ്വീപിലെ ഏഞ്ചൽ ഓക്ക് പാർക്കിലാണ് ഈ മനോഹരമായ വൃക്ഷം ഉള്ളത്. ഏതാണ്ട് 66 അടിയിൽ കൂടുതൽ ഉയരം ഈ മരത്തിനുണ്ട്. മിസിസിപ്പി നദിയുടെ കിഴക്കുള്ള ഏറ്റവും പഴക്കം ചെന്ന മരങ്ങളിൽ ഒന്നാണ് ഈ വൃക്ഷം. 17,200 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഈ മരത്തിന് തണൽ നൽകുവാൻ സാധിക്കും. അതായത് അത്രയും വലിപ്പം ഈ മരത്തിന് ഉണ്ട് എന്നർത്ഥം. ഈ മരം വളരെ പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെ നിരവധി TV ഷോ പരമ്പരകളിലും ഈ മരം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ മരത്തിനെ വ്യത്യസ്തമാക്കുന്നത് മനോഹരമായ ശിഖരങ്ങളും ഇലകളും അതിൻ്റെ ആകാര സൗന്ദര്യവും തന്നെയാണ് ഈ മരത്തിനെ മറ്റു മരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇനി 3ാമത്തെ മരമാണ് ബയോബാബുകൾ. മഡാസ്കറിലാണ് ഈ മരക്കൂട്ടം സ്ഥിതി ചെയ്യുന്നത്. അവന്യൂ ഓഫ് ദി ബയോബാബ്സ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഈ മരക്കൂട്ടങ്ങളെ കാണുക എന്നത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കാറുമുണ്ട്. നിങ്ങളൊരു വൃക്ഷസ്നേഹിയാണെങ്കിൽ ഈ മരക്കൂട്ടങ്ങളെ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം. കഴിയുമെങ്കിൽ മഡഗാസ്കറിൽ പോയി ഈ മരക്കൂട്ടങ്ങളെ കാണുക തന്നെ ചെയ്യണം. ഇനി 4ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന മരമാണ് ദി ഗ്രേറ്റ് ബനിയൻ. ഈ മരം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൃക്ഷം എന്ന ഒരു പേര് കൂടി ഈ മരത്തിനുണ്ട്. ഹൗറയിലെ ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബൊട്ടോണിക് ഗാർഡനിൽ ഈ മരം വ്യാപിച്ചു കിടക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആൽമരം എന്നൊരു പ്രത്യേകത കൂടി ഈ മരത്തിന് ഉണ്ട്. 250 വർഷത്തിലേറെ പഴക്കവുമുണ്ട്. 3.5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മരത്തിന് അതിൻ്റെതായ ആവാസ വ്യവസ്ഥയുമുണ്ട്. ഏതാണ്ട് 80 അടി വരെ ഈ വൃക്ഷത്തിന് ഉയരവുമുണ്ട്.
ഇനി അഞ്ചാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന മരമാണ് ഡാർക്ക് ഹെഡ്ജസ്. വടക്കൻ അയർലൻഡിലാണ് ഈ വൃക്ഷം കൂടുതലായി കാണപ്പെടുന്നത്. 18-ാം നൂറ്റാണ്ടിൽ സ്റ്റുവർട്ട് കുടുംബമാണ് ഈ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. പ്രശസ്തമായ ഡാർക്ക് ഹെഡ്ജസ് ബീച്ച് മരങ്ങൾ നിറഞ്ഞ ഒരു അവന്യൂ ആണ്. കാണാൻ അദൃശ്യവുമാണ്. ഇലകൾ വളരെ ഇടതൂർന്ന് നിൽക്കുന്നതിനാൽ അവന്യൂ മറ്റൊരു ലോകത്തേക്കുള്ള ഒരു തുരങ്കം പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. പ്രശസ്തമായ പരമ്പരയായ ഗെയിം ഓഫ് ത്രോൺസിലും ഈ അവന്യൂ ഇടം നേടിയിട്ടുണ്ട്. ഇനി ആറാമത്തെ വൃക്ഷം എന്ന് പറയുന്നത് ജനറൽ ഷെയർമാൻ എന്നാണ് ഈ മരത്തെ വിളിക്കുന്നത്. സെക്വോയ നാഷണൽ പാർക്ക് കാലിഫോർണിയയിലാണ് ഈ മരം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷമാണ് ഇത്. കാലിഫോർണിയയിലെ സെക്വോയ നാഷണൽ പാർക്കിൽ ഈ വൃക്ഷം ഉയർന്നു നിൽക്കുന്നു. ഈ വൃക്ഷത്തിൻ്റെ പ്രായം 2200 വർഷം മുതൽ 2700 വർഷം വരെയാണ്. ഭൂമിയിലെ അറിയപ്പെടുന്ന ഒരു വലിയ ഒറ്റത്തണ്ടുള്ള വൃക്ഷം കൂടിയാണ് ഈ മരം. 275 അടി ഉയരമുള്ള ഈ മരത്തിന് ഇപ്പോഴും വളർച്ചയുണ്ട്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും ഈ മരം ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇനി 7-ാം സ്ഥാനത്ത് നിൽക്കുന്ന മരം എന്ന് പറയുന്നത് ജപ്പാൻ ചെറി ബ്ലോസം എന്ന മരങ്ങളാണ്. ജപ്പാനിലെ ചെറി ബ്ലോസം മരങ്ങൾ വർഷം മുഴുവനും അതിമനോഹരമായി തന്നെ കാണപ്പെടുന്നു. ഈ മരം പൂക്കുന്ന സമയം ഇത് സ്ഥിതി ചെയ്യുന്ന ആ ഭൂമിയെ മറ്റൊരു ലോകമാക്കി മാറ്റുന്നു. ഈ സമയത്തെല്ലാം ആ പ്രദേശം മുഴുവൻ പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നു. നമ്മുടെ കണ്ണുകൾക്ക് അതിമനോഹരമായ ഒരു ദൃശ്യവിരുന്നാണ് ഇത്. കൂടാതെ അതിമനോഹരമായ സൗന്ദര്യവും. ഈ സൗന്ദര്യം വാക്കുകൾക്ക് അതീതമാണ്. ഇനി 8-ാം സ്ഥാനത്ത് നിൽക്കുന്ന മരം വിസ്റ്റ് മാൻസ് വുഡ് എന്ന ഓക്ക് മരങ്ങളാണ്. ഡാർട്ട്മൂർ നാഷണൽ പാർക്ക് ഇംഗ്ലണ്ടിലാണ് ഈ മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഡെവൺസ് വിസ്റ്റ് മാൻസ് വുഡിൽ മരപ്രേമികളെ കാത്തിരിക്കുന്ന മറ്റൊരു ലോക കാഴ്ചയാണ് ഈ വൃക്ഷങ്ങൾ. ബ്രിട്ടനിലെ ഏറ്റവും ഉയരം കൂടിയ ഓക്ക് മരങ്ങളിൽ ഒന്നാണ് ഇത്. ഓക്ക്, ഹത്തോൺ, ഹോളി, ചിലറോവൻ എന്നീ മരങ്ങൾ എല്ലാം ഈ ഇനത്തിൽ പെടുന്നവയാണ്. BC 700 കാലഘട്ടത്തിലേതാണ് ഈ മരങ്ങൾ. എന്നും ഒരു കാലത്ത് ഇടതൂർന്നതും പുരാതനവുമായ ഒരു വനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ മരങ്ങളെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. 9-ാം സ്ഥാനത്ത് നിൽക്കുന്ന മരമാണ് മേപ്പിൾ മരങ്ങൾ. ഈ മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലാണ്. ശരത്കാലത്ത് ചിത്ര പോസ്റ്റ് കാർഡായി മാറുന്ന മേപ്പിൾ മരക്കൂട്ടങ്ങളും ജപ്പാനിലുണ്ട്. സെപ്റ്റംബർ പകുതിയോടെ വരുമ്പോൾ ടോക്കിയോയുടെയും ക്യോട്ടോയുടെയും ചില ഭാഗങ്ങളിൽ ഇവയെ ധാരാളമായി കാണാൻ സാധിക്കും. ഡിസംബർ വരെ ഈ പ്രദേശങ്ങളിൽ ഓറഞ്ച് നിറമുള്ള
തിളക്കമുള്ള ഷെയ്ഡുകൾ കാണുവാൻ സാധിക്കും. ഈ പ്രദേശത്ത് എന്നെങ്കിലും പോവുകയാണെങ്കിൽ ഈ മനോഹരമായ കാഴ്ച നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്ന് ഇത് തന്നെയാണ്. ഇനി 10ാം സ്ഥാനത്ത് നിൽക്കുന്ന മരം എന്ന് പറയുന്നത് റെഡ് വുഡ്സ് ആണ്. കാലിഫോർണിയയിൽ ഈ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. അതിമനോഹരമായ റെഡ് വുഡ് മരങ്ങൾ കണ്ട് കണ്ണ് തള്ളുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലിഫോർണിയയിൽ നിരവധി സ്ഥലങ്ങൾ ഇതുപോലെയുണ്ട്. ഇത് ഒരു നിത്യ ഹരിത വൃക്ഷമാണ്. 2020 വർഷമോ അതിൽ കൂടുതൽ വർഷമോ ആയുസ്സുണ്ട് ഈ വൃക്ഷങ്ങൾക്ക്. കോസ്റ്റ് റെഡ്വുഡുകൾക്ക് 379 അടി വരെ ഉയരത്തിൽ വളരുവാൻ സാധിക്കും. വലിയ ഒരു ചിത്രത്തിൽ മനുഷ്യൻ എത്ര ചെറുതാണെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലം ഇത് തന്നെയാണ്. അധികാരത്തിനും പണത്തിനും വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യൻ എത്ര ചെറുതാണ് എന്ന് കാണിക്കുവാൻ എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ മരക്കൂട്ടങ്ങളെ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.